ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ഇന്ന് പുറത്തുനിന്നുള്ള ഒരു നോമ്പ് തുറയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് അതിന് മുന്നേ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം നെസ്റ്റോയിൽ പോയി വേഗം കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ കോർണിഷിൽ പോയിട്ടാണ് നോമ്പ് തുറക്കണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊരിച്ച സാധനങ്ങൾ വാങ്ങാനുള്ള ഭാഗത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും മിക്ക ഐറ്റംസും കഴിയാനായിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ അത് പോയി വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളായിരുന്ന ഐറ്റംസിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങിച്ചു. പിന്നെ ബേക്കറി സെക്ഷനിൽ പോയിട്ട് ജസ്റ്റ് അവിടെ നിന്നും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ടൈമും കൂടി ഉള്ളൂ ഇനി ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ അതേ കുനാഫ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. കുനാഫ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബില്ല് ചെയ്തിട്ട് വേഗം ഇനി നമ്മൾ നേരെ കോർണിഷിൽ പോകണ്ട. അപ്പോൾ ഇതേ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ കോർണിഷിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു സ്പേസ് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ സെറ്റാക്കാം എന്ന് പറഞ്ഞിട്ട് ഇക്കു വിരിക്കാനുള്ള ഐറ്റംസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മാറ്റൊക്കെ വിരിച്ച് സെറ്റാക്കുകയാണ്. ഫസ്റ്റ് തന്നെ അതേ ഈ ഒരു സോസേജും ചീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാങ്ങിക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. പിന്നെ പപ്സ്, സുഗീൻ, പിന്നെ ഇത് ചക്ക അടയാണ് കേട്ടോ. ചക്ക വെച്ചിട്ടുള്ള അടയാണ്, നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ടേസ്റ്റ് ചെയ്തപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി, കാരണം അതിൻ്റെ പുറത്തെ ലെയറിലും ഉള്ളിലും നല്ലൊരു ചക്കയുടെ ഫില്ലിങ് ഉണ്ട് കേട്ടോ. പിന്നെ ഉഴുന്നുവട, കട്ട്ലറ്റ്, പിന്നെ കൽമാസൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ലിച്ചി ജ്യൂസ്. പിന്നെ ഫ്രൂട്ട്സും ഡേറ്റ്സും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റാക്കി ഇരിക്കുന്ന ടൈമിലാണ് ബാങ്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു.
അങ്ങനെ നോമ്പൊക്കെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുട്ടായി തുടങ്ങി. ഇങ്ങനെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇങ്ങനെ പോയി നിൽക്കായിരുന്നു. പിന്നെ ദേ റുവ ബേബി വാപ്പാടെ മേത്തിരുന്നിട്ട് രണ്ടുപേരും കൂടിയിട്ട് കളിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ചിക്കനാന്ന് തോന്നണല്ലേ. എന്തായാലും ഞങ്ങൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഈത്തപ്പഴമുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പോണ വഴിക്ക് നമുക്കിനി ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിതേ സംഭവങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. ഓരോ കവറിലാക്കിയിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതേ റമദാനായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു നൈറ്റ് ടൈം ഡ്രൈവ് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് ഇവിടെ. ഇനി നമ്മൾ നേരെ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള എന്തെങ്കിലും ഐറ്റം കഴിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുനാഫ വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഷോപ്പ് കണ്ടോ നിങ്ങൾ, മംസ് ജ്യൂസസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഷോപ്പിൽ നിന്ന് നല്ല അടിപൊളി കുനാഫ കിട്ടും കേട്ടോ. ഞങ്ങൾ എപ്പോഴും വാങ്ങലുള്ളതാണ്, ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുള്ളതാണ്. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കനോട് നമുക്ക് അതന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇക്ക പോയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട്. അവരെ മെനു കാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അതിലിതേ കുനാഫ കിൻഡർ, കുനാഫ മിക്സ്, കുനാഫ ന്യൂട്ടല്ല, കുനാഫ ലോട്ടസ്, കുനാഫ പിസ്താഷ്യോ, ഈ 5 ടൈപ്പാണ് ഇതിൽ കാണുന്നത്. മുകളിൽ അവരൊരു പുതിയ ഐറ്റം കാണുന്നുണ്ട്, സിസ്ലർ ഹോട്ട് ഐസ്ക്രീം കേട്ടോ. മുന്നേ വരുമ്പോൾ അങ്ങനെ കണ്ടായിരുന്നില്ല. ഇതിൽ ഞങ്ങൾ വാങ്ങൽ ഈ കുനാഫ മിക്സ്. അതാവുമ്പം എല്ലാ ഫ്ലേവറും നമുക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഈ കാണുന്ന 4 ഫ്ലേവറും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ എഴുതിയിട്ടുണ്ടാവും ഇല്ല ഏതൊക്കെ ഫ്ലേവേഴ്സാണെന്ന് എഴുതിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുനാഫ മിക്സ് തന്നെ ഓർഡർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വന്നിട്ട് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതേ കുറച്ച് ടൈം കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മിക്സ് കുനാഫ എത്തിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. 4 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കുനാഫാസ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നല്ല ചൂടുണ്ട് ഇപ്പോൾ തന്നെ പിടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾക്കിനി വേഗം വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ വാങ്ങിച്ച ഐറ്റംസൊക്കെ എടുത്തു വെക്കണം. പിന്നെ ഫുഡ് കഴിക്കണം, അതിന് ശേഷം കുനാഫ കഴിക്കണം. അപ്പോൾ നമുക്ക് വീടെത്തിയിട്ട് കാണാം. അങ്ങനെ ദേ നമ്മൾ കഴിക്കാൻ പോവാണ് ഈ ഒരു കുനാഫ. ഇത് കിൻഡർ കുനാഫയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ബ്യൂണൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിലായിട്ട്. കിൻഡർ, ന്യൂട്ടെല്ല, പിസ്താഷ്യോ, പിന്നെ ബിസ്കോഫ്, ഈ 4 ഫ്ലേവേഴ്സാണ് ഇട്ടുള്ളത്. 4ഉം നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ ആ ഒരു ഷോപ്പിൽ പോയിട്ട് ഈ ഒരു മിക്സ് കുനാഫ ട്രൈ ആക്കി നോക്കിട്ടാ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. കഴിച്ചിട്ടുള്ളവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.